ഗുഡ് മോർണിംഗ് ഹോങ്കോങ്. അപ്പോൾ ഡേ 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതാണ് ഹോങ്കോങ് എയർപോർട്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഈ നമ്മുടെ ടീം ഹോങ്കോങ്ങിലോട്ട് വരുന്നത്. ഇതിനു മുന്നേ യൂറോപ്പൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ നേരെ പോയത് അടുത്തത് ഇമിഗ്രേഷനിലേക്കാണ്. അപ്പോൾ അവിടുന്ന് നമുക്കൊരു പേപ്പറൊക്കെ തന്നു. ഈ പേപ്പർ നമ്മൾ സൂക്ഷിച്ച് വെക്കണം, പോകുമ്പോൾ തിരിച്ചവർക്ക് കാണിക്കണം. പിന്നെ വീട്ടിലേക്കൊന്ന് വീഡിയോ കോൾ ആക്കി അതിനുശേഷം കുറച്ച് കറൻസിയൊക്കെ മാറ്റി പിന്നെ നമ്മൾ ടാക്സി പിടിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോകാമെന്നായിരുന്നു ലക്ഷ്യം. യൂബർ ടാക്സിയാണ് പിടിച്ചത്. ഇപ്പോൾ നേരത്തെ കണ്ടത് അവിടുത്തെ ലോക്കൽ ടാക്സി ആട്ടോ. പക്ഷേ നമ്മൾ ആൾക്കാർ കൂടുതലുണ്ട് തന്നെ യൂബർ ടാക്സിയാണ് പിടിച്ചത്. 2 യൂബർ ടാക്സിയാണ് പിടിച്ചത്. ലഗേജും നമ്മുടെ പെഡൽസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ ടാക്സിയാണ് പിടിച്ചത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടുത്തെ സിറ്റിയൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ആ ബ്രിഡ്ജും അതേപോലെ ആ ഒരു മൗണ്ടെയിൻ, അതേപോലെ ഗ്രീനറി, ബിൽഡിങ്, കൺസ്ട്രക്ഷൻ ഒക്കെ അടിപൊളിയാണ്. ആക്ച്വലി എല്ലാവരും നല്ല ടയർഡായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഹോട്ടലിൽ എത്തിയാൽ മതി എന്നാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇന്റർകോണ്ടിനെന്റൽ സ്റ്റാഫോർഡ് ഹോട്ടലാണ് നമ്മുടെ ഹോട്ടൽ. 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇന്നലെ തന്നെ വന്നുകൊണ്ട് ടീം മാനേജറും കോച്ചസൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ റൂം ഡിസ്ട്രിബ്യൂഷനാണ് ആദ്യം ചെയ്തു തന്നത്. എൻ്റെ റൂംമേറ്റ് ജേസി തന്നെയാണ്. അവർക്ക് ഇതേപോലെ തന്നെ ഹോട്ടൽ റൂം കിട്ടിയ ഈ പുഷ് ആൻഡ് പുൾ എപ്പോഴും മാറുമല്ലോ. അതാ ജേസി ഇവിടുന്ന് പുഷ് ആൻഡ് പുൾ കളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള റൂമായിരുന്നു. അത്യാവശ്യം ആ ഒരു 5 സ്റ്റാറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടീം മീറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതിന് പ്രത്യേക ഒരു ജേഴ്സിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ടീം മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇന്നാണ് ജോയിൻ ആയത്. എൻ്റെ ID കാർഡും കിട്ടി, ഡ്രാഗൺ ബോട്ടിങ്ങിൻ്റെ ഒഫീഷ്യൽ മെമ്പർഷിപ്പ്. അതിനുശേഷം ഈവനിങ് നമ്മൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങി. അതുപോലെ ഫുഡിങ്ങും കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ചൈനീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഡേ ചൈനീസ് കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ മെക്ഡൊണാൾഡ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പുതിയൊരു നാട്ടിൽ പോകുമ്പോൾ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമല്ലോ. പിന്നെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് തന്നെ വന്നു. പിന്നെ അവിടുത്തെ ജിമ്മ് കാണേണ്ട എനിക്ക് ഉറക്കമുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പാതിരാത്രി ഒരു 12 മണിയാകുമ്പോൾ ജിമ്മിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. എന്നിട്ട് നാളെ രാവിലെ 5 മണിക്ക് വന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യാമെന്ന് ഞാനും ജേസിയും തീരുമാനിച്ചു. ഇത് നമ്മുടെ ടീം കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. റേസിൻ്റെ ലൊക്കേഷൻ, റേസ് എന്താണ്, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നാളെ റേസ് ട്രാക്കിൽ കാണാം. ബാക്കി വിശേഷം നാളെ. ടാറ്റാ ബൈ ബൈ.